ജിസ്മോൾക്കും മക്കൾക്കും വിട ചൊല്ലി നാട്, മൂവർക്കും ഒരേ കല്ലറ, ജിമ്മി അടികൊള്ളാതെ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. കോട്ടയം അയർക്കുന്നത്ത് ജീവനൊടുക്കിയ അഭിഭാഷക ജിസ്മോൾ, മക്കളായ നേഹ, നോറ എന്നിവർക്ക് യാത്രാമൊഴിയേകി നാട്. ജിസ്മോളുടെ നാടായ പാല പടിഞ്ഞാറ്റിങ്കര പൂവത്തുങ്കലിൽ ചെറുകര സെയിന്റ് മേരീസ് ജ്ഞാനായ കത്തോലിക്ക പള്ളി സെമിത്തേരിയിൽ ഇന്ന് വൈകിട്ട് 5:30 മൃതദേഹങ്ങൾ സംസ്കരിച്ചത്. ഒരേ കല്ലറയിലാണ് അമ്മയ്ക്കും മക്കൾക്കും അന്ത്യവിശ്രമമൊരുക്കിയത്. 3 മണിയോടെ മൃതദേഹങ്ങൾ ജിസ്മോളുടെ പാലയിലെ വീട്ടിലെത്തിച്ച് സംസ്കാര ശുശ്രൂഷകൾക്ക് ശേഷം പള്ളിയിലെത്തിച്ചു. വൻ ജനാവലിയാണ് സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുവാനെത്തിയത്. പാലയിൽ എത്തിക്കുന്നതിന് മുമ്പ് മൃതദേഹങ്ങൾ രാവിലെ 9:20 മുതൽ 10:30 വരെ ജിസ്മോളുടെ ഭർത്താവ് ജിമ്മിയുടെ ഇടവകയായ നീറിക്കാട് ലൂർദ് മാതാ പള്ളി ഹാളിൽ പൊതുദർശനത്തിന് വെച്ചിരുന്നു. അതേസമയം ജിമ്മിയുടെ വീട്ടിലേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുപോയില്ല. ഭർത്താവിൻ്റെ വീട്ടിൽ നേരിട്ട കടുത്ത മാനസിക പീഡനത്തെ തുടർന്നാണ് ജിസ്മോൾ മക്കളെ കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്തത്. ഇതേ തുടർന്ന് ജിമ്മിയുടെ നാട്ടിലേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുപോകില്ലെന്നും അവിടുത്തെ പള്ളിയിൽ സംസ്കാരം നടത്താൻ അനുവദിക്കില്ലെന്നും ജിസ്മോളുടെ കുടുംബം നിലപാടെടുത്തിരുന്നു. സഭാതലത്തിൽ 2 ദിവസം നീണ്ട ചർച്ചയ്ക്കൊടുവിലാണ് നീറിക്കാട് 1.5 മണിക്കൂർ മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് വയ്ക്കുവാൻ തീരുമാനമായത്. ജ്ഞാനായ കത്തോലിക്ക സഭാ നിയമപ്രകാരം ഭർത്താവിൻ്റെ ഇടവകയിൽ സംസ്കാരം നടത്തണം. എന്നാൽ ജിസ്മോളുടെ വീട്ടുകാരുടെ എതിർപ്പിനെ തുടർന്ന് ജിസ്മോളുടെ കുടുംബാംഗങ്ങളുടെ ഇടവകയിലാണ് സംസ്കാരം ഇന്ന് നടത്തിയത്. ശനിയാഴ്ച രാവിലെ 9 മണിക്ക് നീറിക്കാട് പൊതുദർശനം ആരംഭിക്കുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. എന്നാൽ മൃതദേഹങ്ങൾ 9:30 എത്തിച്ചത്. 10:30 പൊതുദർശനം അവസാനിപ്പിച്ച മൃതദേഹങ്ങൾ പാലയിലെ ജിസ്മോളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ഒരുങ്ങുന്നതിന് പിന്നാലെ ജിസ്മോളുടെ ബന്ധുക്കളും ഭർത്താവിൻ്റെ ബന്ധുക്കളും തമ്മിൽ നേരിയ തോതിൽ സംഘർഷമുണ്ടായി. തുടർന്ന് ജനപ്രതിനിധികൾ ഇടപെട്ട് രംഗം ശാന്തമാക്കുകയായിരുന്നു. അടികിട്ടുമെന്ന് മേടിച്ച് ജിമ്മി പുറത്തേക്കൊന്നും വന്നില്ല. ജിസ്മോളുടെ മൂത്ത മകളായ നേഹ പഠിച്ചിരുന്ന അംഗനവാടിയിലെ സഹപാഠികൾ നേഹയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ച് പൂക്കൾ സമർപ്പിക്കാൻ എത്തിയത് വേദനിപ്പിക്കുന്ന കാഴ്ചയായി. നിറത്തിൻ്റെ പേരിലും പണത്തിൻ്റെ പേരിലും ഭർത്താവിൻ്റെ വീട്ടിൽ ജിസ്മോൾ കടുത്ത മാനസിക പീഡനം നേരിട്ടിരുന്നുവെന്ന് സഹോദരൻ ജിറ്റു തോമസ് പറഞ്ഞു. വിശദമായ പരാതി ജിസ്മോളുടെ പിതാവും സഹോദരനും ഏറ്റുമാനൂർ പോലീസിൽ നൽകിയിട്ടുണ്ട്. മരിക്കുന്നതിന് 2 ദിവസം മുമ്പ് മുതൽ ജിസ്മോളെ ഫോണിൽ ബന്ധപ്പെടുവാൻ കഴിഞ്ഞിട്ടില്ലെന്നും ഇവർ പോലീസിനോട് പറഞ്ഞു. ജിസ്മോളുടെ ഫോൺ സംശയരോഗിയായ ഭർത്താവ് ജിമ്മി വാങ്ങി വെച്ചിരുന്നതായി സംശയിക്കുന്നുണ്ട്. പലതവണ ജിസ്മോളെ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുവാൻ ശ്രമിച്ചിരുന്നുവെന്നും സഹോദരൻ പറഞ്ഞു. ആദ്യം വീട്ടിൽ വെച്ച് ഒരു ആത്മഹത്യാ ശ്രമം ജിസ്മോൾ നടത്തിയിരുന്നുവെന്ന് പോലീസ് അനുമാനിക്കുന്നു. കാരണം കിടപ്പുമുറിയിലെ ഫാനിൻ്റെ ലീഫുകൾ വളഞ്ഞ നിലയിൽ കണ്ടെത്തി. പിന്നീട് വീട്ടിൽ വെച്ച് കൈഞ്ഞരമ്പ് മുറിച്ച് കുട്ടികൾക്ക് വിഷം നൽകിയ ശേഷം സ്കൂട്ടറിൽ ജിസ്മോൾ പുഴക്കരയിലേക്ക് വരികയും ആറ്റിലേക്ക് ചാടുകയുമായിരുന്നു. ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല. മുത്തോലി പഞ്ചായത്ത് മുൻ മെമ്പറും വൈസ് പ്രസിഡന്റും കൂടിയായിരുന്നു ജിസ്മോൾ. ഏറ്റുമാനൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.